ഹലോ ഗൈസ്, എല്ലാവർക്കും ഫോൺ മെൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സോ നമ്മൾ ഇന്ന് ചെയ്യുമ്പോൾ നമ്മുടെ സാംസങ് ഗാലക്സി സി ഫ്ലിപ്പ് 3 5Gയുടെ അൺബോക്സിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. സോ ഇപ്പം ഇരിക്കുന്നത് നമ്മുടെ 8GB 128GB ഫാൻറ്റം ബ്ലാക്ക് കളറിലെ നമ്മുടെ സി ഫ്ലിപ്പ് 3 5G. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് അൺബോക്സ് ചെയ്യാം. സോ ഫാൻറ്റം ബ്ലാക്ക് കളറാണ് ഇപ്പം ഇരിക്കുന്നത്. ഓക്കെ, സോ ഡയറക്റ്റ് തന്നെ ഫോണാണ് വരിക. സോ നമുക്ക് ഫോൺ ജസ്റ്റ് എടുക്കാം. ഓക്കെ, സോ ഗൈസ് ഇതാണ് നമ്മുടെ ഫാൻറ്റം ബ്ലാക്ക് കളറിലുള്ള നമ്മുടെ സി ഫ്ലിപ്പ് 3 5G. സോ ഭയങ്കര ലൈറ്റ് ആട്ടോ ഫസ്റ്റ് ഇംപ്രഷൻ തന്നെ. ആൻഡ് ദെൻ നമുക്ക് ബോക്സിൽ എന്തൊക്കെ ഇട്ട് നോക്കാം. സോ ഓക്കെ, സോ നമുക്ക് ഡേറ്റ കേബിൾ കിട്ടുന്നുണ്ട്. ദെൻ അപ്പാർട്ട് ഫ്രം ദാറ്റ് നമുക്ക് കുറച്ച് നമ്മുടെ റീജിയണൽ ലോഗ് ഗൈഡ്, ദെൻ നമ്മുടെ യൂസർ മാനുവൽ പോലത്തെ നമ്മുടെ ഹെഡ്സാർ വന്നിട്ടുണ്ട് 0.352. ഭയങ്കര കുറവാണ് കേട്ടോ ഹെഡ്സാർ, 0.352 ഉള്ളൂ. ഓക്കെ, സോ നമുക്കെല്ലാം മാറ്റി വെച്ചാൽ ഡയറക്റ്റായിട്ട് ഫോണിലേക്ക് തന്നെ വരാം. ഓക്കെ, സോ ഇതാണ് നമ്മുടെ സി ഫ്ലിപ്പ് 3 5G ഫാൻറ്റം ബ്ലാക്ക് കളറിൽ. ഓക്കെ, സോ okay, wow. So guys, നമുക്കൊന്ന് മടക്കി നോക്കാം. ഓ ഗൈസ്, ഭയങ്കര കോമ്പാക്ട് വെച്ചാൽ ജസ്റ്റ് കണ്ടോ, അതേ സിമ്പിൾ വൺ ഹാൻഡ്. ഇത് കണ്ടോ, കൃത്യം ഹാൻഡിൽ പക്ക ഉണ്ടോ. സോ ഇതെന്ന് വെച്ചാൽ ഓപ്പൺ ചെയ്തത് മീൻസ് നമ്മൾ ഓപ്പൺ നമുക്ക് 6.7 ഇഞ്ച് ഡിസ്പ്ലേ ആണ് നമുക്ക് വരുന്നത്. ആൻഡ് ഇത് ക്ലോസ് ചെയ്യുമ്പോൾ നമ്മൾ ഇതിനകത്തൊരു കവർ ഡിസ്പ്ലേ ഉണ്ട്, ഇവിടെ ഡിസ്പ്ലേ വരുന്നുണ്ട്. സോ ഇതിൻ്റെ കവർ ഡിസ്പ്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1.9 ഇഞ്ചാണ് ഇതിൻ്റെ കവർ ഡിസ്പ്ലേ വരിക. സോ പ്രീവിയസ് ജനറേഷൻ വെച്ച് നോക്കുമ്പോൾ ചെറിയ ചെറിയ ഇമ്പ്രൂവ്മെൻറ്റ്സ് ആണ് അത് വന്നിട്ട് നമുക്ക് അതിനകത്ത് വരാതിന് മുമ്പ് നമുക്ക് ഇതിൻ്റെ ഫസ്റ്റ് നമുക്കത് ബൂട്ട് ചെയ്യാം. ആൻഡ് മെയിൻ കാര്യം ഇത് ക്രീസ് നോട്ടീസബിൾ ആണെന്ന് ചോദിച്ചാൽ യെസ് ഗൈസ്, നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റുമായിരിക്കും. ഇത് നോട്ടീസബിൾ ആണ്. നമുക്ക് പിടിച്ച് നോക്കാൻ തന്നെ ഉണ്ടോ, അവിടെ ഒരു കുഴി പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആൻഡ് ഓക്കെ, നമ്മുടെ ഹിഞ്ചൊക്കെ പക്കയാണ്, നല്ല രസമുണ്ട്. നമുക്ക് കണ്ടോ ഏത് ആംഗിൾ വേണം നിർത്താം, ഉണ്ടോ പക്കയാണ് ഉണ്ടോ. പക്ഷേ ക്രീസ് നോട്ടീസബിൾ ആണ്. നോട്ടീസബിൾ എന്ന് വെച്ചാൽ വലിയ നോട്ടീസബിൾ, അത് ഒബ്വിയസ്ലി ഫോൾഡിന് എല്ലാത്തിനും വരുന്ന സംഭവമാണ്. സോ ചിലർക്ക് അനോയിങ് ആയിട്ട് ഫീൽ ചെയ്യും, മീൻസ് നമ്മളിവിടെ സ്ക്രോൾ ചെയ്യുമ്പോൾ എന്തെങ്കിലും തട്ടണ പോലെ അനോയിങ് ആയിട്ട് ഫീൽ ചെയ്യും. ബട്ട് മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ അത് മാനേജബിൾ ആണ്. ആൻഡ് അതാണ് ബാക്ക് സൈഡ് ലുക്ക്. ഓക്കെ, സോ നമുക്ക് അത് ടേൺ ഓൺ ചെയ്യാം. എന്നിട്ട് ഇനിഷ്യൽ സെറ്റപ്പ് വേണ്ടി വരാം. സോ ടേണിങ് ഓൺ. ഓക്കെ, സാംസങ് ഗാലക്സി. സോ ഗൈസ്, നമ്മുടെ സി ഫ്ലിപ്പ് 3യുടെ ഇനിഷ്യൽ സെറ്റപ്പ് കഴിഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. സോ ഗൈസ്, യെസ്, സോ ഇതിൻ്റെ അലുമിനിയം ഫ്രെയിമാണ് വരുന്നത്. മീൻസ് ഈ ഫ്രെയിം വരുന്നത് അലുമിനിയാണ്. സോ നമുക്ക് പിടിക്കുമ്പോൾ തന്നെ ഒരു ബിൽഡ് ക്വാളിറ്റി അടിപൊളിയായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെയാണ് നമ്മുടെ പവർ ബട്ടണും ഫിംഗർ പ്രിന്റ് സ്കാനറുകളും ഇമ്പഡഡ് ഇവിടെ ചെയ്തൊക്കെയാണ്. ആൻഡ് ഇതിൻ്റെ പോർട്സ് ആൻഡ് ബട്ടൺസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നമ്മുടെ USB Type-C ചാർജിങ് പോർട്ട്, പിന്നെ നമ്മുടെ സ്പീക്കർ ഗില്ല്, പിന്നെ മൈക്രോഫോൺസ്, പിന്നെ നമ്മുടെ സിം കാർഡ് ട്രേ, ആൻഡ് ദെൻ നമ്മുടെ വോളിയം അപ്പ് ആൻഡ് ഡൗൺ, ആൻഡ് ദെൻ ഇത്രയാണ് നമുക്ക് ഇവിടെ വരിക. പിന്നെ നമ്മുടെ ആൻറ്റിനാസിൻ്റെ ബാർ ഉണ്ട്. ഓക്കെ, ആൻഡ് ദെൻ നമുക്ക് 2 ക്യാമറാസ്, പിന്നെ ഫ്ലാഷാണ് വരിക, പിന്നെ നമുക്കിവിടെ കവർ ഡിസ്പ്ലേ ആണ് വരിക. ഓക്കെ, സോ ഞാൻ എൻ്റെ ഫിംഗർ പ്രിന്റ് സ്കാനർ ഓൾറെഡി സെറ്റ് ചെയ്ത് നമുക്ക് എൻ്റെ ഫാസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. സോ ഇൻ 3 2 1 ആൻഡ് ഗോ. ഓക്കെ, റാപ്പിഡ് ഫാസ്റ്റ് തന്നെയാണ്. വൺസ് അഗെയിൻ ഇൻ 3 2 1 ആൻഡ് ഗോ. ഓക്കെ, ഒരു കംപ്ലൈൻറ്റും പറയാനില്ല, പക്ക ഫാസ്റ്റ് തന്നെയാണ് ഫിംഗർ പ്രിന്റ് സ്കാനർ വരുന്നത്. സോ ഇൻ 3 2 1 ആൻഡ് ഗോ. ഓക്കെ, സോ ഫിംഗർ പ്രിന്റ് സ്കാനറിനകത്ത് ഒന്നും പറയാനില്ല. പിന്നെ ഇതിൻ്റെ നല്ല ഈവൻ ഡിസ്ട്രിബ്യൂഷനാണ് ഫോൺ വരിക, ഉണ്ടോ, ഭയങ്കര ഈവൻ ഡിസ്ട്രിബ്യൂഷനാണ്. സോ ഇതിൻ്റെ തിക്നെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ 6.9 mm ആണ് ഇതിൻ്റെ തിക്നെസ് വരുന്നത്. ആൻഡ് ഇത് ക്ലോസ് ചെയ്യുമ്പോൾ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു 17.1 mm തിക്നെസ് വരുന്നുണ്ട് ക്ലോസ് ചെയ്യുമ്പോൾ. ആൻഡ് യെറ്റ് കംഫർട്ടബിൾ ടു ഹോൾഡ് ആണ് കേട്ടോ, വിത്ത് വൺ ഹാൻഡ് ആണോ, അറിയുമല്ലോ ഫോൺ പിടിച്ചിട്ടുണ്ടെന്ന് പോലും അറിയില്ല, അത്രയ്ക്ക് ആണോ പക്കയാണിരിക്കും ഫോൺ. ഓക്കെ, ആൻഡ് സോ ഇതിൻ്റെ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ മെയിൻ പോവാണെങ്കിൽ 120 Hz റീഫ്രഷ് റേറ്റ് ഉണ്ട്. സോ സെറ്റിങ്സ് ആൻഡ് ഡിസ്പ്ലേ.
സോ ഉണ്ടോ മോഷൻ സ്മൂത്ത്നെസ് അഡാപ്റ്റീവ് എന്ന് വെച്ചാൽ 120 ഹെർട്സ് റീഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ ഇതിൻ്റെ സി ഫ്ലിപ്പ് 3യുടെ ഡിസ്പ്ലേ. ഓക്കെ, സോ ഇതിൻ്റെ വെയിറ്റ് ചെയ്യാൻ പറയുന്നത് 183 ഗ്രാംസ്. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. 183 ഗ്രാംസേ ഉള്ളൂ ഇതിൻ്റെ വെയിറ്റ്. പിന്നെ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ഇതൊരു ഫ്ലെക്സിബിൾ ഡിസ്പ്ലേ കാരണം പ്ലാസ്റ്റിക്കിനെയാണ് നമുക്കിതിൻ്റെ ഫ്രണ്ട് വരുന്നത്. പിന്നെ ബാക്ക് ഓൾറെഡി വരുന്നത് CG കോണിംഗോറില്ല 7, അതായത് വിക്ടസ് ആണ് പ്രൊട്ടക്ഷൻ വരുന്നത്, ബാക്കിൽ പ്രൊട്ടക്ഷൻ വരുന്നത്. ദാറ്റ് മീൻസ് ഗ്ലാസ് ബാക്കാണ് വരുന്നത്. സോ ഓവറോൾ ഒരു പ്രീമിയം ബിൽഡ് ക്വാളിറ്റി ആണ് വരുന്നത്. ബട്ട് ഇത് ഏത് ടൈപ്പ് യൂസേഴ്സിനാണ് വരുന്നത്? ഒരു പവർ പാക്കഡ് യൂസേഴ്സിനുള്ള ഫോണാണ്. ബിക്കോസ് ഇതിൻ്റെ ക്യാമറാസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നോർമൽ 12 MB ക്യാമറാസാണ്. നോർമൽ ഒരു ഡുവൽ പിക്സൽ PDF ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള ഒരു നോർമൽ, ദാറ്റ് മീൻസ് നമ്മുടെ ഗാലക്സി നോട്ട് 10 പ്ലസിൽ നമ്മുടെ ഗാലക്സി S20 പ്ലസിലൊക്കെ കണ്ടുവരുന്നൊരു ക്യാമറ സെറ്റപ്പാണ് വരിക. ലേറ്റസ്റ്റ് S21 അൾട്ര, നോട്ട് 20 അൾട്ര ആ റേഞ്ചിലുള്ള ക്യാമറാസേ അല്ല. ദാറ്റ് മീൻസ് ഒരു പവർ പാക്ഡ് ക്യാമറാസ് അല്ല. ബട്ട് ഇതിന് മെയിൻ ഒരു ഫോക്കസ് വരുന്നത് വേറൊരു കാറ്റഗറി. ദാറ്റ് മീൻസ് S21 അൾട്ര ഉള്ള യൂസേഴ്സ് ആണെങ്കിൽ ഇത് അപ്ഡേറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ അപ്ഗ്രേഡ് ചെയ്യണമെന്ന് വെച്ചാൽ ഇതൊരു അപ്ഗ്രേഡ് അല്ല. ബട്ട് ഒരു സോർട്ട് ഓഫ് ഒരു നെക്സ്റ്റ് ജനറേഷൻ അല്ലെങ്കിൽ ഒരു വേറെ ഒരു ലെവലിലുള്ളൊരു ഫോൺ, അത്രേ ഉള്ളൂ നമുക്ക് പറയാം. ദാറ്റ് മീൻസ് മെയിൻ ഉദ്ദേശം ഒരു ഫ്ലിപ്പിംഗ്, ഇത് തന്നെയാണ് ഇതിൻ്റെ മെയിൻ കാര്യം. അപ്പാർട്ട് ഫ്രം ദാറ്റ് ബാക്കിയുള്ള പിന്നെ 888 ചിപ്പാണ് വരുന്നത്. സോ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നല്ലതാണ്. ഓക്കെ, സോ നമുക്ക് ഇതിൻ്റെ ബാക്കി കാര്യങ്ങളിലേക്ക് പോവാം. ഓക്കെ, സോ അതിൻ്റെ ഡിസ്പ്ലേയുടെ റെസൊല്യൂഷൻ നമുക്ക് നോക്കുകയാണെങ്കിൽ എന്ന് വെച്ചാൽ 2640x1080. ദാറ്റ് മീൻസ് ഒരു ഫുൾ HD ഡിസ്പ്ലേ ആണ് വരിക. ദാറ്റ് മീൻസ് ഇതിൻ്റെ PPI 426 PPI വരുന്നുണ്ട്. പിന്നെ ഓൾറെഡി പറഞ്ഞ പോലെ 6.7 ഇഞ്ചാണ് ഡിസ്പ്ലേ വരുന്നത്. ആൻഡ് കവർ ഡിസ്പ്ലേ ഞാൻ പറഞ്ഞ പോലെ തന്നെ സോ ഇതാണ് നമ്മുടെ കവർ ഡിസ്പ്ലേ വരുന്നത്. സോ കവർ ഡിസ്പ്ലേ എന്ന് വെച്ചാൽ ജസ്റ്റ് 1.9 ഇഞ്ചാണ് കവർ ഡിസ്പ്ലേ. അത് 260x512 ആണ് ഡിസ്പ്ലേ റെസൊല്യൂഷൻ വരിക. ദാറ്റ് മീൻസ് പ്രീവിയസ്ലി കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ മെയിൻ കാര്യം IPX8 റെസിസ്റ്റൻസ്. ദാറ്റ് മീൻസ് ഇപ്പോൾ നമ്മൾ കാണുന്ന IP68. ദാറ്റ് മീൻസ് ഈ 6 ഡിനോട്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡസ്റ്റ് റെസിസ്റ്റൻസും 8 ഡിനോട്ട് ചെയ്യണം. ദാറ്റ് മീൻസ് IP ആയിട്ടുള്ള ഫസ്റ്റ് ഡിജിറ്റ് ഡിനോട്ട് ചെയ്യണതിൻ്റെ ഡസ്റ്റും നെക്സ്റ്റ് ഡിജിറ്റ് ഡിനോട്ട് ദാറ്റ് മീൻസ് 8. IP68 ആണെങ്കിൽ അതിൻ്റെ 6 ഡിനോട്ട് ചെയ്യുന്ന ഡസ്റ്റ് റെസിസ്റ്റൻസും 8 ഡിനോട്ട് ചെയ്യുന്നതിൻ്റെ വാട്ടർ റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ ഇതിന് ഡസ്റ്റ് റെസിസ്റ്റൻസ് ഇല്ല. ബിക്കോസ് ഓബ്വിയസ്ലി ഹിഞ്ചാണ്. സോ ഡസ്റ്റ് റെസിസ്റ്റൻസ് ഉണ്ടാവാൻ വളരെ ചാൻസ് കുറവാണ്. സോ ഓബ്വിയസ്ലി ദാറ്റ്സ് ഫൈൻ. ബട്ട് നമുക്കൊരു വാട്ടർ റെസിസ്റ്റൻസ് വരുന്നുണ്ട്. സോ നമുക്കൊരു അപ്രോക്സിമേറ്റ്ലി 1.5 മീറ്റർ ഒരു 30 മിനിറ്റ് വരെ കിടന്നാലും സീനൊന്നും വരും. സോ IPX8 റെസിസ്റ്റൻസ് വരും. സോ പ്രീവിയസ്ലി നമ്മുടെ സി ഫ്ലിപ്പ് വെച്ച് നോക്കുകയാണെങ്കിൽ ഒഫീഷ്യൽ IP റേറ്റിംഗ് ഇല്ല. സോ ഗ്ലാഡ് ഇതിന് IP റേറ്റിംഗ് ഉണ്ട്. പിന്നെ അത് CG6 ആണ്. ഇത് ലേറ്റസ്റ്റ് CG7 ആണ്. കോഡിംഗുള്ള 7 ആണ് വരിക. ഓക്കെ, സോ നമുക്ക് ജസ്റ്റ് ഒരു വീഡിയോ പ്ലേ ചെയ്യാം. സോ ഗൈസ്, ഇതാണ് നമ്മുടെ സി ഫ്ലിപ്പ് 3 ഡിസ്പ്ലേ വരുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ 6.7 ഇഞ്ച് ഡിസ്പ്ലേ ആണ് വരുന്നത്. 2640x1080 മീൻസ് ഒരു ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ ആണ് വരുന്നത്. 426 PPI. സാംസങ് വിളിക്കുന്നത് ഡൈനാമിക് AMOLED 2X ഡിസ്പ്ലേ എന്നാണ് വരിക. സോ ഒബ്വിയസ്ലി സാംസങ്ങിന് കണ്ടുവരുന്ന ഡിസ്പ്ലേയുടെ തന്നെ അതേ ഒരു വ്യൂയിങ് ആംഗിൾസ്, അതേ ഒരു ക്രിസ്പിനെസ്സും ഷാർപ്പ്നെസ്സും ഉള്ള ഒരു ദാറ്റ് മീൻസ് ഡിസ്പ്ലേ തന്നെയാണ്. ദാറ്റ് മീൻസ് ഗ്രീനൊക്കെ തന്നെ നല്ല ഷാർപ്പ് ഗ്രീൻസ് ആണ്. കണ്ടോ കണ്ടോ പക്ക ഡീറ്റെയിലിങ്, പക്ക ഷാർപ്പാണ് കേട്ടോ വീഡിയോസൊക്കെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ. അങ്ങനെ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഇപ്പോൾ എല്ലാം ഒരു ഫുൾ HD പ്ലസ് എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല ഡിസ്പ്ലേ തന്നെയാണ് എല്ലാത്തിനും വരിക. സോ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഒരു ബാഡ് അടിക്കാനൊന്നുമില്ല. പക്ക ഡിസ്പ്ലേ, നല്ല വ്യൂയിങ് ആംഗിൾസ്, നല്ല കളർ റീപ്രൊഡക്ഷൻ ഉണ്ട്. ഒബ്വിയസ്ലി സാംസങ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻ ടേംസ് ഓഫ് ഡിസ്പ്ലേ. സോ ആ കാര്യത്തിൽ ഒരു ബാഡ് അടിക്കാനില്ല. പക്ക ഡിസ്പ്ലേ ഐ ആം പെർഫെക്റ്റ്ലി സാറ്റിസ്ഫൈഡ്. ഓക്കെ, സോ ബട്ട് ഈ ഡിസ്പ്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നമ്മുടെ സി ഫ്ലിപ്പിനകത്ത് കണ്ട സെയിം ഡിസ്പ്ലേ ആണ്. അല്ലാണ്ട് വലിയ ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും സംഭവം വലിയ കാര്യമായിട്ട് നടന്നിട്ടില്ല. ബട്ട് ഇനി ഇമ്പ്രൂവ്മെൻറ്റ് നടന്നേക്കുന്ന ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്പീക്കേഴ്സ്, അത് മീൻസ് സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നത്. മീൻസ് ഒരെണ്ണം ഇവിടെ, പിന്നെ ഒരെണ്ണം നമ്മുടെ ഇവിടെയാണ് വരുന്നുണ്ട്. സോ സ്റ്റീരിയോ സ്പീക്കേഴ്സ് കാരണം കുറച്ചും കൂടെ ലൗഡ്നെസ്സും ഒക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്നു. സോ നമുക്ക് ജസ്റ്റ് അതൊന്ന് ചെക്ക് ചെയ്യാം. സോ ഫുൾ വോളിയാണ്. ഗായ്സ്, ഒരു രക്ഷയില്ല, നല്ല ഔട്ട്പുട്ട് ഉണ്ട്. ഓക്കെ,
ഡിസ്പ്ലേ ആൻഡ് ഓഡിയോ രണ്ടും ഞാൻ പെർഫെക്റ്റ്ലി നല്ല ലൗഡ്നെസ് നല്ല ക്വാളിറ്റി എന്ന് പറയും ക്വാളിറ്റി മീൻസ് നല്ല ക്രിസ്റ്റൽ ക്ലിയർ പോലത്തെ ഒരു വോയിസും കാര്യങ്ങളൊക്കെയാണ് വരിക സോ ഒരു ബാഡും ഇല്ല ഡിസ്പ്ലേ ആൻഡ് ഓഡിയോ ഞാൻ പെർഫെക്റ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ് സോ ഞാൻ ഈ ഡിസ്പ്ലേ നമ്മുടെ ഇപ്പോൾ ഈ ദാറ്റ് മീൻസ് ഫ്ലെക്സിബിൾ ആയാണ് ഞാൻ ഇച്ചിരി ഒരു ഡിസ്പ്ലേ ക്വാളിറ്റി എന്തെങ്കിലും കോംപ്രമൈസ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചു ബട്ട് അങ്ങനത്തെ ഒരു ഇഷ്യൂസും നമ്മൾ കണ്ടില്ല ആൻഡ് ഇതിൻ്റെ പ്രോസസ്സർ വരുമ്പോൾ സ്നാപ്ഡ്രാഗൺ 888 ആണ് നമ്മുടെ ചിപ്പ് ദാറ്റ് മീൻസ് ഒബ്വിയസ്ലി വൺ ഓഫ് ദ ബെസ്റ്റ് ഇപ്പോൾ കറന്റ് ഇറങ്ങിയിട്ടുള്ള വൺ ഓഫ് ദ ബെസ്റ്റ് ആണ് നമ്മുടെ സ്നാപ്ഡ്രാഗൺ 888 ദാറ്റ് മീൻസ് ഒരു 5 നാനോമീറ്റർ പ്രോസസ്സറാണ് സോ ഗെയിംസ് ഒക്കെ അടിപൊളിയായിട്ട് ഒപ്റ്റിമൈസ്ഡും കാര്യങ്ങളൊക്കെയാണ് അത്യാവശ്യം നല്ല രീതിയിൽ പിന്നെ നമ്മുടെ അഡ്രിനോ 660 ആണ് GPU വരുന്നത് ആൻഡ് ഇതിൻ്റെ ഒരു ഇൻറ്റേർണൽ എന്ന് വെച്ചാൽ 8GB 128GB ആൻഡ് 8GB 256GB ആണ് നമുക്ക് ഇതിൻ്റെ ഇൻറ്റേർണൽസ് വരിക പിന്നെ ഇതിൻ്റെ ക്യാമറ സീറ്റ് പോവാണ് നമുക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ S21 Ultra എടുത്തവർക്ക് ഒരു അപ്ഡേറ്റ് അല്ലെങ്കിൽ അപ്ഗ്രേഡ് എന്നുള്ള രീതിയിലൊന്നും അല്ല ഇതിൻ്റെ ക്യാമറാസ് നോർമലി നമ്മൾ കണ്ടു കഴിഞ്ഞാൽ മീൻസ് നമ്മുടെ S21 പ്ലസ് S21 ആ റേഞ്ചിലുള്ള ക്യാമറ സെഗ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് വരിക ഓക്കെ സോ ഇതിൻ്റെ ക്യാമറ വെച്ച് കഴിഞ്ഞാൽ 12 MB ഒരു മെയിൻ ക്യാമറയാണ് വരുന്നത് ദാറ്റ് മീൻസ് ഒരു മെയിൻ ക്യാമറ 12 MB ബട്ട് അതിനകത്ത് ഒരു 64 MB ഒരു ക്യാമറാസ് ഒക്കെ ഉണ്ട് ബട്ട് ഇത് ജസ്റ്റ് ഒരു 12 MB ഒരു f1.8 ഡുവൽ പിക്സൽ PDF ടെക്നോളജിയുള്ള ഒരു ക്യാമറയാണ് വരിക ഇതിൻ്റെ മെയിൻ ക്യാമറ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ സോ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ UI ഒന്ന് കാണിച്ചു തരാം സോ ഇതാണ് നമ്മുടെ ക്യാമറ UI തന്നെ സോ ഇതിനകത്ത് നമുക്ക് പ്രോ മോഡ് കിട്ടുന്നുണ്ട് മീൻസ് അപ്പർച്ചർ ആപ്ലിക്കേഷൻ മാനുവലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന പ്രോ മോഡ് കിട്ടുന്നുണ്ട് പിന്നെ നൈറ്റ് മോഡ് ഫുഡ് മോഡ് പോർട്രേറ്റ് വീഡിയോ ദാറ്റ് മീൻസ് ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്തിട്ടുള്ള വീഡിയോ കിട്ടാനുള്ള പിന്നെ പ്രോ വീഡിയോ മോഡ് ദാറ്റ് മീൻസ് അപ്പർച്ചർ ISO വൈറ്റ് ബാലൻസ് ഒക്കെ വീഡിയോയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയ പ്രോ വീഡിയോ മോഡ് കിട്ടുന്നുണ്ട് ആൻഡ് അപ്പാർട്ട് ഫ്രം ദ ഡയറക്ടേഴ്സ് യൂണിറ്റ് മോഡ് ദാറ്റ് മീൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റിയർ ക്യാമറ രണ്ടെണ്ണം ദാറ്റ് മീൻസ് നമ്മുടെ ഈ ക്യാമറ ദാറ്റ് മീൻസ് നമ്മുടെ മെയിൻ ക്യാമറ 12 MB പ്ലസ് 12 MB അൾട്രാ വൈഡ് പ്ലസ് നമ്മുടെ ഫ്രണ്ട് ക്യാമറ മൂന്നും കൂടെ സെയിം ടൈമിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സംഭവം ഡയറക്ടേഴ്സ് വ്യൂ അതും കിട്ടുന്നുണ്ട് പിന്നെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എടുത്തു പറയുന്നത് ഇതിനകത്ത് നമ്മുടെ കവർ വ്യൂ എന്ന് പറഞ്ഞ സംഭവം മീൻസ് നമ്മുടെ പ്രിവ്യൂ കിട്ടും ദാറ്റ് മീൻസ് ഇവിടെ ഒരു ഐക്കൺ കണ്ടോ ചെറിയൊരു ഐക്കൺ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിയർ ക്യാമറ ഉപയോഗിച്ച് നമുക്ക് സെൽഫീസ് എടുക്കാൻ കണ്ടോ സോ റിയർ ക്യാമറാസ് ഉപയോഗിച്ച് നമുക്ക് സെൽഫീസ് എടുക്കാൻ പറ്റും സോ അതൊരു നൈസ് ക്യാമറ അത് വീഡിയോയിൽ അവൈലബിൾ ആണ് ഞാൻ വീഡിയോ ആയിട്ട് മാറ്റുവാണ് സോ വീഡിയോയിലും സെയിം സംഭവം കണ്ടോ അത് വീഡിയോയിൽ അവൈലബിൾ ആണ് കണ്ടോ സോ അതൊരു നൈസ് കാര്യമാണ് സോ ദാറ്റ് മീൻസ് നിങ്ങൾക്ക് വ്ളോഗ് ചെയ്യണമെന്നൊക്കെയാണ് ഈ ഫ്രണ്ട് ക്യാമറ 10 MB യൂസ് ചെയ്യുന്ന വരെ നമ്മുടെ 12 MB റിയർ ക്യാമറ യൂസ് ചെയ്ത് നമുക്ക് വ്ളോഗ് ചെയ്യാനൊക്കെ പറ്റും സോ നമുക്ക് ഇവിടെ കണ്ടുകൊണ്ട് നമുക്ക് വ്ളോഗ് ചെയ്യാം സോ അതൊരു നൈസ് അഡ്വാൻറ്റേജ് ആണ് നമ്മുടെ കവർ ഡിസ്പ്ലേയുടെ ഉള്ളത് കാരണം പിന്നെ ഭയങ്കര കോമ്പാക്റ്റ് ആണ് ഡിവൈസ് സോ ഓവറോൾ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഓക്കെ പിന്നെ ഇതിനകത്ത് ബാക്കി എടുത്തു പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്ററി കപ്പാസിറ്റി വരുന്നത് 3300 mAh ആണുള്ളൂ ബാറ്ററി ബട്ട് ഒരു കോമ്പാക്ട് വൈസ് ആയിരുന്നാൽ അതിന് വലിയൊരു സീനുള്ള ഒരു കാര്യമല്ല അവർ പിന്നെ ഒരു 15 വാട്ടിൻ്റെ ചാർജ് ഉണ്ട് മീൻസ് 25 വാട്ട് അല്ല സപ്പോർട്ട് 15 വാട്ടേ ഉള്ളൂ ബാക്കിയുള്ള നമ്മുടെ ഓവറോൾ ഒരു ഇത് ഏത് ടൈപ്പ് യൂസേഴ്സിനാണ് വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ S21 Ultra അല്ലെങ്കിൽ S20 Ultra Note 20 Ultra യൂസ് ചെയ്തിട്ട് ഇതൊരു അപ്ഗ്രേഡ് വെർട്ടിയാണ് തികച്ചും അങ്ങനെ ഒരു അപ്ഗ്രേഡേ അല്ല ഇത് ജസ്റ്റ് ഒരു മെയിൻ ഇതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെയാണ് ഫ്ലിപ്പ് ഇങ്ങനെ തുറക്കുക സോ ഇത് ഇഷ്ടമുള്ളത് മീൻസ് ഒരു യുണീക്ക് ഫോം ഫാക്ടറുള്ള ഒരു ഫോൺ വേണം അതൊരു ഹാൻഡി ആയിരിക്കണം അങ്ങനെയുള്ളവർക്ക് ഒരു വേണ്ടി മാത്രം ഡെഡിക്കേറ്റഡ് ആണ് പിന്നെ അടിപൊളിയായിട്ടൊരു സെക്കൻഡ് അടിപൊളിയായിട്ട് നല്ലൊരു ക്യൂട്ട് കുട്ടി ഫോണാണ് സംഭവം ടോട്ടലി ഓവറോൾ ഇത് യൂസ് ചെയ്ത് പെട്ടെന്ന് ഇഷ്ടപ്പെടും ഫോൺ ഓക്കെ ഞാൻ പിന്നെ ഇൻട്രോയിൽ കാണിച്ച പോലെ തന്നെ നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്ത് നമുക്ക് ഗെയിംസ് പ്ലേ ചെയ്യാം മീൻസ് നമ്മുടെ ഫോണിലുള്ള ഏത് ആപ്ലിക്കേഷൻ ആയാലും നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റും സോ ഞാൻ ഗെയിം പ്ലേ ആണ് സോ
ഓക്കെ. സോ ഗൈസ് നമുക്കുണ്ടല്ലോ ഇതിനകത്ത് ഏത് ദാറ്റ് മീൻസ് ഏത് ആപ്ലിക്കേഷൻ നമുക്ക് ഇവിടെ തന്നെ യൂസ് ചെയ്യാം. ദാറ്റ് മീൻസ് നമ്മുടെ കവർ സ്ക്രീനിൽ തന്നെ നമുക്ക് ആപ്സ് യൂസ് ചെയ്യാൻ പറ്റും. സോ ഞാൻ ഈ ഫോണിൻ്റെ ദാറ്റ് മീൻസ് നമ്മുടെ Z Flip 3 ടിപ്സ്, ട്രിക്സ്, ഹിഡൻ ഫീച്ചേഴ്സ് ആൻഡ് സെറ്റിംഗ്സ് വർക്കറൗണ്ട് വീഡിയോ ഞാൻ ഉടനെ തന്നെ ചെയ്യുന്നുണ്ട്. സോ ഗൈസ് ഇത്രയുള്ള നമ്മൾ ഇന്നത്തെ നമ്മുടെ Z Flip 3യുടെ അൺബോക്സിങ് ആൻഡ് ഒരു ക്വിക്കായിട്ടുള്ള ഫസ്റ്റ് ഇംപ്രഷൻ പറയല്. സോ എന്താണ് ഒറ്റയടിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിഫറെൻറ്റ് എറേന്ന് വന്നൊരു ഫോൺ പോലെ നമുക്ക് ജസ്റ്റ് ഒരു സംതിങ് യുണീക്ക് അങ്ങനെ ഒരു മൈൻഡുള്ളവർക്ക് തീർച്ചയായും ട്രൈ ഔട്ട് ചെയ്യാവുന്ന ഒരു ഫോണാണ് നമ്മുടെ Z Flip 3. ഓവറോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. ദാറ്റ് മീൻസ് ഈ കോമ്പാക്ട് ഫോണും ഡിസൈൻ രീതികളൊക്കെ വെച്ച് നോക്കുമ്പോൾ. സോ ഗൈസ് അത്രയുള്ള ഇന്നത്തെ വീഡിയോ. സൈനിങ് ഓഫ്, ഇറ്റ്സ് ഫോൺ മാനിയ. സ്റ്റേ ട്യൂൺഡ് ആൻഡ് സബ്സ്ക്രൈബ് ഗൈസ്.